ഇപ്പം ഒരൊറ്റ മീറ്റിംഗ് നിർത്തിയേക്കാം. ഒരു മിനിറ്റ് എടുത്തു യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ അലയുന്ന അനേകം മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സമ്പത്തുണ്ട്, കുടുംബമുണ്ട്, തലമുറകളുണ്ട്. എന്നാൽ ഇല്ലാതെ പോകുന്നത് സ്വസ്ഥതയാണ്, സമാധാനമാണ് എന്നുള്ള നഗ്നമായ സത്യം നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എല്ലാം ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഒരിറ്റു ആശ്വാസമില്ലാതെ, ഒരിറ്റു സമാധാനമില്ലാതെ പലരും നിസ്സഹായരായി, നിരാലംബരായി, അസ്വസ്ഥതകളും നിരാശകളും കടിച്ചമർത്തിക്കൊണ്ട് ജീവിക്കുന്ന നിലവാരത്തിലേക്ക് മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലരും സ്വസ്ഥത ലഭിക്കുവാൻ വേണ്ടിയിട്ട് മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിക്കുന്നു. നേരം വെളുത്ത് രാവിലെ വീട്ടിൽ നിന്ന് ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന പൊതിച്ചോറുമായി ജോലിക്ക് വേണ്ടി വിവിധ ഇടങ്ങളിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ രാവിലെ മുതൽ അന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന വേതനം കൊണ്ട് നേരെ ബാറിലും ബിവറേജ് കോർപ്പറേഷനിലും കള്ളുഷാപ്പുകളിലും ഒക്കെ കടന്നുപോയി കിട്ടിയ കാശ് മുഴുവൻ കള്ളുഷാപ്പിൽ കൊടുത്തിട്ട് അല്ലെങ്കിൽ ബാറുകളിൽ കൊടുത്തിട്ട് മദ്യം വാങ്ങി സേവിച്ചുകൊണ്ട് സുബോധം നഷ്ടപ്പെട്ടവരായി നാൽക്കാലികളെ പോലെ അഴുക്കിലും വെള്ളത്തിലും ഛർദിയിലുമൊക്കെ വീണുകിടന്ന് ഉരുണ്ടിട്ട് ഭൂമിയെ വാരിപ്പുണരുന്ന കാഴ്ച നാം ഇന്ന് ഈ കൊച്ചു കേരളത്തിലും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭവനത്തിനകത്തുള്ള ഭാര്യയും കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമൊക്കെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഭർത്താവ് പോയി ജോലിക്ക് വൈകുന്നേരം വരുമ്പോൾ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാമഗ്രികളും വാങ്ങിക്കൊണ്ടുവരും. കുഞ്ഞുങ്ങൾ ചിന്തിക്കും, അപ്പൻ പോയിട്ടുണ്ട്, ജോലി കഴിഞ്ഞപ്പൻ വീട്ടിലേക്ക് വരുമ്പോൾ പലഹാരങ്ങളും വാങ്ങിക്കൊണ്ടുവരും. ഇത് പ്രതീക്ഷിച്ച് ഉറങ്ങാതെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ നടുവിലേക്ക് ആരുടെയോ സഹായത്താൽ അല്ലെങ്കിൽ മദ്യപിച്ച് മതോന്മത്തനായി ലക്കുകെട്ടവനായി സുബോധമില്ലാതെ ഭവനത്തിനകത്തേക്ക് വന്നു കയറുന്ന പിതാവിനെ കാണുമ്പോൾ അതുവരെ ആ കുഞ്ഞ് കാത്തിരുന്ന ആ കുഞ്ഞ് ഭയത്തോടെ കണ്ണുനീരോടെ നിലവിളിയോടെ ആ കതകിന്റെ മറവിൽ മറഞ്ഞിരിക്കുവാനിടയായി തീരും. താൻ രാവിലെ കണ്ട ആ പിതാവിനെ അല്ല താൻ ഇപ്പോൾ കാണുന്നത്. രാവിലെ വളരെ സ്നേഹത്തോടെ ആ കുഞ്ഞിനെ വാരിപ്പുണർന്ന് ചുംബനം കൊടുത്തുകൊണ്ട് വൈകുന്നേരം അപ്പൻ വരുമ്പോൾ നല്ല പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയ പിതാവ് മടങ്ങി വന്നത് നാലുകാലിലാണെന്നുള്ള കാഴ്ച ആ കുഞ്ഞ് കാണുമ്പോൾ ആ കുഞ്ഞ് ഹൃദയം വല്ലാതെ വേദനിക്കുവാൻ തുടങ്ങും. നിരാശയോടെ ഭയത്തോടെ ആ കുഞ്ഞ് അതിന്റെ അമ്മയുടെ പുറകിലേക്ക് ഒളിച്ചു നിന്ന് നിലവിളിക്കുന്നത് നമ്മൾ എത്രയോ കുടുംബങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. പ്രിയമുള്ളവരെ, രോഗബാധിതരായി കിടക്കുന്ന മാതാപിതാക്കൾ, ആ വൃദ്ധരായിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു ആശ്വാസം കൊടുക്കുവാൻ കഴിയാതെ, ഒരു നേരത്തെ മരുന്ന് കൊടുക്കുവാൻ കഴിയാതെ, ഒരു നേരത്തെ ആഹാരം അവർക്ക് കൊടുക്കുവാൻ കഴിയാതെ, മാറിയൊടുക്കുവാൻ ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കുവാൻ കഴിയാതെ, തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് മുടക്കി ഈ ലോകത്തിലെ നാശത്തിലേക്ക് വീണുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മെ പ്രതീക്ഷയോടെ വളർത്തിയ, നമ്മെ സന്തോഷത്തോടെ വളർത്തിയ, അവരുടെ ആഹാരം പകർന്നു നൽകി അവരുടെ ചോര നീരാക്കി നമ്മെ വളർത്തിയെടുത്ത ആ മാതാപിതാക്കൾ
വല്ലാതെ വേദനിക്കുവാൻ ഇടയായിത്തീരുന്ന കാഴ്ചകൾ നാം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും നമ്മുടെ പരിസരങ്ങളിലുള്ള ഭവനങ്ങളിലൂടെയും ഒക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയുവാൻ കഴിയുന്നതാണ്. എവിടെയും അക്രമങ്ങളും എവിടെയും അരാജകത്വങ്ങളും നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഞങ്ങൾ ഈ തടി വണ്ടിയാന്ന് പറയും, തടി അങ്ങോട്ട് വലിക്ക് ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ അത് സന്തോഷം. ഓക്കെ, ഞാനിപ്പോ രണ്ട് അപ്പോൾ ഇപ്പൊ ഒരൊറ്റ മീറ്റിംഗ് നിർത്തിയേക്കാം. ഒരു മിനിറ്റ് വല്ല എടുത്തു പോകും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞങ്ങൾ ഒരു വാക്കുകൊണ്ട് പറഞ്ഞു നിർത്താൻ താല്പര്യപ്പെടുകയാണ്. അപ്പൊ മദ്യവും മയക്കുമരുന്നൊക്കെ വാങ്ങിക്കഴിച്ചുകൊണ്ട് മതോന്മത്തനായി ഇരുകാലി എന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ നാൽക്കാലികളെക്കാളും കഷ്ടമായി ഇന്ന് മറ്റൊരു മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അല്ലെങ്കിൽ അവനെ കൊന്നുകളയുവാൻ തക്കവണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമായി കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററുകൾക്കോ ഏതെങ്കിലും അധികാരങ്ങൾക്കോ താങ്കളെ ഇതിൽ നിന്നും മാറ്റുവാൻ കഴിയത്തില്ല. പ്രിയ സ്നേഹിത, താങ്കളെ നല്ലൊരു ജീവിതത്തിലേക്ക് കരം പിടിച്ചു കയറ്റുവാൻ, താങ്കൾക്ക് നിത്യമായ രക്ഷ ഒരുക്കി തരുവാൻ ലോകത്തിന്റെ രക്ഷിതാവായിരിക്കുന്ന സാക്ഷാൽ യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് ആ ഒരു മുസൽമാനായിരുന്ന ശിഹാബുദ്ദീൻ ഒരു മുസൽമാനായിരുന്നു. 2 പ്രാവശ്യം മക്കയിൽ പോയി ഉംറ ചെയ്ത ശിഹാബുദ്ദീൻ എങ്ങനെ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവനായി മാറിയെന്ന് താങ്കൾ കേട്ടിട്ടുണ്ടോ? താങ്കൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശിഹാബുദ്ദീൻ എന്തുകൊണ്ടാണ് ശിഹാബുദ്ദീൻ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്? വായിച്ചേ ഇനി വേലൻ ഇങ്ങോട്ടൊക്കെ ഇതേ ബൈബിളോ, ഇത് ബൈബിളോ ഞാൻ വായിക്കുന്നത്. ഇതേ കൊടുക്ക വൈകിട്ട് വന്നിട്ടേ ഇതേ കൊടുക്ക പ്രസംഗിക്കാനൊന്നുമില്ല. ഈ ബൈബിൾ തന്നെ ഞങ്ങൾ പ്രസംഗിക്കും. ഏത് ഈ ബൈബിൾ എവിടെ ഈ ബൈബിൾ വ്യക്തമായി പറഞ്ഞിരിക്കുക, മദ്യപാനി സ്വർഗ്ഗരാജ്യം അവകാശമാക്കത്തില്ല. എവിടെ ഈ ബൈബിളിൽ പറഞ്ഞു. എവിടെ പറഞ്ഞു? ഇപ്പൊ ഞാനത് പറഞ്ഞു ചേട്ടന് മനസ്സിലാവത്തില്ല. എന്താ പറഞ്ഞു? മനസ്സിലാവും. ഇപ്പൊ ഞാനത് താങ്കളോട് പറഞ്ഞാൽ താങ്കൾക്കത് മനസ്സിലാവും, ഗ്രഹിക്കാൻ പറ്റത്തില്ല. ആരോട് പറഞ്ഞു? ആരോടോ പറഞ്ഞു? മനസ്സിലാവുന്നു. അപ്പൊ അതുകൊണ്ട് ചേട്ടനെ കർത്താവ് സ്നേഹിക്കുന്നു. ആര് പറഞ്ഞു? നമുക്ക് തോന്നുന്നത് നമ്മളെ ദൈവം സ്നേഹിച്ചതുകൊണ്ടാണ് ഇന്നും ജീവനോടിരിക്കുന്നത്. ചേട്ടാ, നിങ്ങളെ പോലുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കും. ഞങ്ങളുടെ തൊണ്ട പൊട്ടി പ്രസംഗിക്കുന്നുണ്ട്, ഇവിടെ ജോലി ചെയ്യുന്നു. അവരൊക്കെ വൈകിട്ട് പോയി കുടിച്ച് അവരുടെ വീട്ടിൽ തകർന്നു പോകലെന്നും കൊണ്ട് ഞങ്ങൾ അവരോട് ഉദ്ദേശിക്കുന്നത്. ഇഷ്ടമല്ല ഈ വൈകിട്ട് വന്നിട്ട് ഇതോട് പ്രവേശനം നടത്തില്ല. എങ്ങനെ പേരെങ്ങനെ? എൻ്റെ പേര് വിനു. എന്താ വർക്ക് ചെയ്യുന്നത്? ആർക്കൊക്കെ എനിക്ക് വേറെ ഒത്തിരി ആളും. ഓക്കെ. അപ്പം അതുകൊണ്ട് ഞങ്ങളിവിടെ ഈ മദ്യത്തിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണ സന്ദേശം അറിയിക്കാനാണ് വന്നത്. ഈ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായി, പലയിടത്തും ഇതുപോലെ നിർത്ത് എന്നും പറഞ്ഞ് ഉപദ്രവിക്കാനും തെറി വിളിച്ചുകൊണ്ടും ഒക്കെ ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ പറയുന്നത് എന്താണെന്നൊരു നിമിഷം പോലും നിങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്നു. പണ്ട് ഞാനിതുപോലെ മദ്യപിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, ഞാൻ വടിവാളുമായിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തി. എൻ്റെ വീട്ടിൽ വടിവാളുണ്ട്, റിപ്പോർട്ട് എല്ലാ സാധനമുണ്ട്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അതിൻ്റെ ഒരു മാറ്റം സംഭവിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഇതും കൊണ്ട് ഈ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലാവുന്നു. അപ്പം ഇത് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിൽക്കുന്ന ജോലിക്കാർ ഞങ്ങൾക്ക് ഒന്ന് പാട്ടിട്ട് കേൾപ്പിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കേൾപ്പിച്ചു. വേണ്ട. അപ്പോൾ
ഞങ്ങളെ ദൈവം ഏൽപ്പിച്ച വേല ഞങ്ങൾ ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ നിർത്താൻ വന്നതല്ല, അവരാ ഞങ്ങളോട് പറഞ്ഞത് പ്രാർത്ഥിക്കാനും പാട്ടിടാനും. അതുകൊണ്ടാണ് ഞങ്ങൾ നിർത്തിയേ. നമുക്ക് ഞങ്ങളിപ്പോൾ 1 മിനിറ്റ് ഇരുന്നു. ചേട്ടാ, നമുക്ക് ഒറ്റ ആയുസേ ഉള്ളൂ. ഈ ആയുസ് നമ്മൾ നീങ്ങി നിന്നു, റോഡിൽ നിന്ന് പറയുന്നു. ഒറ്റ ആയുസേ ഉള്ളൂ. അത് വേണമെങ്കിൽ മദ്യപിച്ചും നമുക്ക് തോന്നി പോലെയൊക്കെ ജീവിച്ച് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഞങ്ങൾ ഇതങ്ങോട്ട് അങ്ങ് പോകും. പക്ഷേ കാര്യമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവരോട്, ഈ നിൽക്കുന്നവരോട് ഒന്ന് ദൈവത്തിന്റെ സുവിശേഷം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിന്നത്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളൊക്കെ നന്നായി കാണണം, അത്രേ ഉള്ളൂ. ഇതുപോലെ ചിലർ ഞങ്ങളെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. ഞാനൊരു മുസൽമാനായിരുന്നു. 2 പ്രാവശ്യം മക്കയിൽ പോയി ഉംറ ചെയ്ത ആളാണ്. ഇപ്പോൾ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കും മക്കയിൽ, സൗദി അറേബ്യ. ഇപ്പോൾ യേശു ക്രിസ്തുവിനെ 22 വർഷമായി യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുക. അപ്പൊ എന്നെ രൂപാന്തരപ്പെടുത്തി മാറ്റിയത് യേശു. ആ യേശുവിന്റെ സ്നേഹം മറ്റുള്ളവരൊന്നും ഇന്ത്യ അല്ല വണ്ടി യേശു എത്ര നാളായി ജീവിച്ചത്? യേശു 33 വർഷമായി ജീവിച്ചു. 33 വർഷം. 33 അതിന് മുമ്പ് ആരാ ജീവിച്ചു? അതിന് യേശു ക്രിസ്തു ഭൂമിയിൽ 33 വർഷക്കാലമേ ജീവിച്ചിട്ടുള്ളൂ. 33 വയസ്സിൽ എന്റെയും താങ്കളുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറിയിൽ യാഗമായി മാറി. ആര്? യേശു ക്രിസ്തു. എവിടെ? താങ്കളുടെ കയ്യിലിരിക്കുന്ന ബൈബിള് താങ്കൾ വായിക്കുന്നു. എവിടുന്ന് കൊണ്ടുവന്ന ഈ ബൈബിൾ എവിടെ നിന്ന് എടുത്തോണ്ട് വന്ന? എന്റെ വീട്ടിൽ ബൈബിൾ ഉണ്ട്. ഇത് വായിക്കുവോ? ഡെയിലി വായിക്കും. വായിച്ചാൽ ഇത് മൊത്തം വ്യക്തമായിട്ട് ഇതിനകത്തുണ്ട്. ഡെയിലി വായിക്കുന്നു. അതിനകത്ത് കണ്ടിട്ടുണ്ടോ? മത്തായി സുവിശേഷം ഒന്ന് വായിച്ചു നോക്ക്. മത്തായി സുവിശേഷം വായിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തുവിന്റെ ജീവിത മാർഗങ്ങൾ എടുക്കും. മത്തായി സുവിശേഷം എടുക്കുക. ഒന്നും വായിക്കുന്ന ആളല്ലേ? തിരിച്ചുപിടി, ബൈബിള് തിരിച്ചുപിടി. അല്ല, വേറൊരു കാര്യം എടുക്കുക. മത്തായി സുവിശേഷം എടുക്കുക. 2 ബൈബിളായിരിക്കുന്നത്, പുതിയ നിയമവും പഴയ നിയമവും. എവിടെ? ഇതിനകത്തുണ്ടോ? എന്നിട്ടാണ് നമ്മളെ ഇത് മുടക്കാൻ വന്നത്. എന്നിട്ടാണ് ഈ എല്ലാം പുള്ളിക്ക് അറിയാം, എല്ലാം അറിയാം. പക്ഷെ എന്നാലും ഒന്ന് നോക്കിയത്. ഒരു കാര്യം ചെവിടെ ഇട്ടിട്ട് ഞങ്ങൾ 1 മിനിറ്റ് ഇത് പ്രസംഗിച്ചു. 1 മിനിറ്റ് നിർത്തി. കൊച്ചുങ്ങളൊക്കെ എത്ര പേരുണ്ട്? 2 പേര്. വലിയ കുട്ടികളാണോ? ജോലി ചെയ്യുന്നവരാണോ? ജോലി ചെയ്യുന്നത് വിനോന്നല്ലേ ചേട്ടൻ്റെ പേര്? അറിയാമോ? പറഞ്ഞു ചേട്ടാ, ഞാൻ പറയുന്നത് ദൈവം നമ്മളെല്ലാം ആദ്യമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മളൊക്കെ മദ്യപിച്ചൊക്കെ ജീവിച്ചവരോ, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ ഒരു സെക്കൻഡ് ഈ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞാണ് നമ്മളിത് ഉപേക്ഷിച്ചത്. അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ അനാഥത്വം ഉണ്ടെന്ന്. നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു അനാഥത്വം അല്ലെങ്കിൽ ഒരു ഏകാന്തത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ നമുക്ക് നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. നിങ്ങളെ പോലെ തന്നെ ഈ കേരളത്തിൽ ജനിച്ച ആളാണ് ഞാൻ. പത്തനംതിട്ട ഇത് സാം മറ്റൊരു വിശ്വാസത്തിൽ നിന്നത് ഇദ്ദേഹം അനശ്വർ മാത്യു വേറൊരു വിശ്വാസത്തിൽ നിന്ന് ഇദ്ദേഹം വർഗീസ്. ചേട്ടൻ ഇവിടെ നിൽക്കണ്ടെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല, ചേട്ടൻ ഇവിടെ നിൽക്കണമെന്ന് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല, ചേട്ടൻ ഇവിടെ നിൽക്കണമെന്ന് പറയാൻ പറ്റുമോ? ചേട്ടൻ ഇവിടെ നിൽക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതെ, നമ്മുടെ നാടാ, നിങ്ങളുടെ നാടല്ല, നമ്മുടെ നാടാ. അല്ല, അതാണ് വേണ്ടെന്ന് പറഞ്ഞു. അത് പറയേണ്ടത്. ഇന്നലെ പുനലൂര് മദ്യപിച്ചിട്ട് സ്വന്തം ഭാര്യയെ വെട്ടിക്കൊണ്ട് വെട്ടി കൊലപ്പെടുത്തി നേരം വെളുത്ത് 6:30 മണി സമയത്ത് ഇന്ന് ജയിലിനകത്ത്. അപ്പൊ ഈ മദ്യപാനം വരുത്തി വെക്കുന്ന ഈ വിന മറ്റുള്ളവരോട് നമുക്ക് പറയണ്ടേ? തൻ്റെ കുഞ്ഞുങ്ങൾ അനാഥരായി, ചെറിയ കുഞ്ഞുങ്ങൾ. 39 വയസ്സുള്ള ഒരു സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തി നെഞ്ചത്തും കരുത്തിൽ. അപ്പൊ മദ്യം കഴിച്ചിട്ടല്ലേ ഇത് ചെയ്യുന്നത്? ചേട്ടാ, നിങ്ങളുടെ അല്ലെങ്കിൽ പുള്ളി മയക്കുമരുന്ന് കഴിക്കുന്നത് നിങ്ങൾക്ക് അതല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് മദ്യപിക്കാതിരിക്കും, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ ഇപ്പൊ ഞങ്ങൾ പറയുന്നു ചേട്ടാ നിർത്തണമെന്ന്. ഞങ്ങൾ ഒരു സ്നേഹം കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടും. ഞങ്ങളുടെ ഒരു സഹോദരനെ പോലെ നമ്മുടെ നമ്മൾ ഇതെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്നതന്നെ. ഡെയിലി ഓരോ കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, അമ്മച്ചി വരെ ആഗ്രഹിക്കുന്നു. അതെ, ഓരോ കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു.
ചേട്ടാ ഇങ്ങനെ ഞങ്ങൾ ഈ മദ്യപാനവും മയക്കുമരുന്നും അരുതെന്നാണ് പറയുന്നത്. എത്രയോ കുടുംബങ്ങൾ താറുമാറായി. ഇന്നലെയും ഒരു 39 വയസ്സുള്ള ഒരു സ്ത്രീയെ സ്വന്തം ഭർത്താവ് വെട്ടുകത്തി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി വെള്ളമടിച്ചിട്ട് പുനലൂർ കലയനാടെന്ന് പറയുന്നത് എൻ്റെ വീട്ടിനടുത്ത്. ആ വെള്ളം തലയെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സുബോധമില്ലല്ലോ. ഇങ്ങനെ നടന്ന ഒരാളാ ഇത്, ഞാനെങ്ങനെ ഇതുപോലെ നടന്ന ഒരാളാ, വടിവാളും കൊണ്ട് നടന്ന ഒരാളാ, മനസ്സിലായോ? പിന്നെ എന്നെ ദൈവം അപ്പം ഞങ്ങളിൽ മാറ്റം വരുത്തിയ ആ അനുഭവം കൊണ്ടാണ് ഞങ്ങൾ ദേശങ്ങളിൽ പോയി മറ്റുള്ളവരോട് പറയുന്നത്. നമുക്കിത് പറയണ്ടേ, എന്നെ ദൈവം ഇതിൽ നിന്ന് രക്ഷിച്ചതാണ്. ചേട്ടൻ ജോലി ചെയ്യുന്നു, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു, ഇവരെല്ലാം ജോലിയും കഴിഞ്ഞ് വൈകിട്ട് ഓടിക്കത്തില്ലേ? അതെ, നമ്മളിത് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ ഇതിൽ നിന്ന് വിമുക്തനാവാൻ പറ്റും. അതുകൊണ്ട് നമുക്കിത് പലരോടും പറഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ആരെയും നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾക്ക് 2 മക്കളുണ്ടെന്ന്. ഇപ്പൊ ഇല്ല കൂടെ അല്ലേ? ഭാര്യ മക്കളും ഇവിടെ? ഭാര്യ മക്കളും ഇല്ലേ? ഇവിടെ ഇല്ല. പേർഷ്യല്ല. പുള്ളിയുടെ മദ്യപാനം കൊണ്ടായിരിക്കുമല്ലോ. അല്ല, ഞങ്ങൾക്കൊന്നും പേടി, ഞങ്ങൾ അടി കൊള്ളാനും തയ്യാറുള്ളവരാ. ഞങ്ങൾ അടി കൊടുക്കാൻ നടന്നൊരു സമയമുണ്ട്, പക്ഷെ ഇപ്പോൾ അടി കൊള്ളാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. എന്നാലും പുള്ളി നന്നാവണമെന്നേ ഉള്ളൂ. നാളെ ഞങ്ങൾ ഈ വഴിക്കൂടെ വരുമ്പോൾ പുള്ളി കുടി നിർത്തിയെന്ന് കേട്ടാൽ ഞങ്ങൾക്ക് സന്തോഷം. അത്രേ ഉള്ളൂ, അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ പത്തനംതിട്ടയുടെ പ്രാന്തപ്രദേശത്ത് ഈ സ്ഥലപ്പേരെങ്ങനെയാ, കുല്ലംകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള ബോധവൽക്കരണ സന്ദേശം അറിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഒരു സഹോദരൻ മദ്യപിച്ചിട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് നിമിത്തം തുടർന്ന് സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്. എന്നാൽ ചില സഹോദരങ്ങൾ ഇവിടെ വാഹനത്തിൽ മരം മുറിച്ച് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പാട്ടുകൾ കേൾക്കുവാൻ താല്പര്യപ്പെടുകയും ഞങ്ങളോട് അത് സംസാരിക്കുകയും ഞങ്ങൾ 2 പാട്ടുകളിലൂടെ പ്ലേ ചെയ്യുകയും പിന്നീട് ദൈവത്തിൻ്റെ സുവിശേഷം അല്പസമയം ഇവിടെ അറിയിക്കാനൊക്കെ ഇടയായി തീർന്നു. ഓക്കെ ഞങ്ങള് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതിന്റെ സൗണ്ട് പറയുന്നത് കേൾക്കത്തില്ല. ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ. നമുക്ക് ഇതൊന്ന് കേൾക്കുന്നതിന് നമുക്കെന്തോ എത്രയോ പേര് എത്രയോ കുടുംബങ്ങൾ തകർന്നു പോകുന്നു. ഇവര് വരുന്നത് പുനലൂരിൽ നിന്ന്. ഇവർ ഇത്രയും ദൂരം പെട്രോൾ ഒഴിച്ച് ഇവിടെ വരുന്നത് കർഷകരെ സ്നേഹിക്കുന്നുണ്ട്. നമുക്കിത് കേൾക്കുന്നതിന് നമുക്കത് സന്തോഷമുണ്ട്. തുടർന്ന് ഞങ്ങൾ ഇവിടെ ഇനിയും സംസാരിക്കുവാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. അതിൻ്റെ കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ദേശത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളെ അവർ സ്വീകരിക്കുന്നുവെങ്കിൽ നമുക്കെന്ത് ചെയ്യാം, ദൈവത്തിൻ്റെ സത്യസുവിശേഷം നമുക്ക് ഇവിടെ അറിയിക്കാൻ പറ്റും. അതല്ലാത്ത പക്ഷം നമുക്ക് അവരോട് ബലാത്കാരമായി ഇത് പറയേണ്ട ആവശ്യമില്ല. സത്യമായ സുവിശേഷം വ്യക്തമായി അത് വിളിച്ചു പറയുമ്പോൾ കേൾക്കുവാൻ ഏറ്റെടുക്കുവാൻ കഴിയുന്നവർ അതിനെ ഏറ്റെടുക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. അവരെ